ഇപ്പൊ വന്നിരിക്കുന്ന OTT ഒരു 3 സിനിമ അടക്കമുണ്ട്. അതിൽ 2 പടത്തിന്റെ അഭിപ്രായം ഞാൻ പറയാം. 2 പടം നല്ല കിടുക്കം പടമാണ്. തിയേറ്ററിലും OTT-ലും ഒരേപോലെ പ്രേക്ഷകർ ഏറ്റെടുത്ത 2 പടങ്ങളാണ്. ഒന്ന് മധുവിധു, 2 ഭരതനാട്യം 2. ഭരതനാട്യം 2-നെ കുറിച്ച് ഞാൻ അധികം പറയാതെ തന്നെ ഒരു കാര്യങ്ങൾ, കാര്യം അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഫേസ്ബുക്കിൽ എന്തൊരു സോഷ്യൽ മീഡിയയിലേക്ക് കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് നേരെ OTT-ൽ വന്ന് സെർച്ച് ചെയ്ത് സിനിമ കാണുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് 2000 കാലഘട്ടം ചന്ദമാമ, കറക്റ്റ് കാലഘട്ടം അറിയത്തില്ല, ചന്ദമാമ സിനിമ ഇറങ്ങിയ ഒരു മെത്തേഡ്, കാര്യം ജഗതിച്ചേട്ടൻ മരിക്കുകയും ആ കൊലപാതകം നടത്തി ആരാന്ന് അറിയാൻ വേണ്ടി കൊണ്ട് നടക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ ശവം കൊണ്ട് നടന്നിട്ട് അങ്ങനെ നടക്കുന്ന ഒരു ഇത്. അതേപോലെ തന്നെ അതിന്റെ ഈ 2025 2026 ആൾക്കാരെ എങ്ങനെ എൻഗേജ് ആക്കാം എന്നും പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഒരു സിനിമയാണ് ഭരതനാട്യം. ആദ്യം മുതൽ അവസാനം വരെ ഒരു കോമഡി ഉണ്ടാക്കി പറയാം. സിറ്റുവേഷൻസിനനുസരിച്ചുള്ള കോമഡികൾ, ഒരു കൗണ്ടർ അടുത്ത കൗണ്ടർ അങ്ങോട്ട് മാറിയും തിരിഞ്ഞും ഈ ലാസ്റ്റ് വരെ കൊണ്ടുപോകുന്ന ഒരു അടിപൊളി സാധനമാണ്. അങ്ങനത്തെ രീതിയിൽ നമുക്ക് ചിരിക്കാനും റിപ്പീറ്റ് വാല്യൂ കൂടുതലുള്ള ഒരു പടമാണ് ഭരതനാട്യം. കാര്യം നമ്മൾ എത്ര കണ്ടാലും വീണ്ടും കാണാൻ തോന്നുന്നൊരു പടമാണ്. അതേപോലെ തന്നെ മധുവിധു ഞാൻ 2 വട്ടം കണ്ടിട്ടുള്ളൂ, തിയേറ്ററിലും ഒന്ന് OTT. ഈ മധുവിധുവിന്റെ ഒരു കാര്യം പറഞ്ഞാൽ, മധുവിധു നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അതിനകത്ത് ജസ്റ്റ് ഒരു വാക്ക് വെച്ചിട്ടാണല്ലോ എല്ലാ സിനിമയും. കാരണം ഒരു വീട്ടില് ഒരു കുടുംബത്തിൽ പെണ്ണ് വാഴില്ല എന്നുള്ള രീതിയിൽ കല്യാണരാമൻ ഇതേപോലെ സംഭവമുണ്ട്. ആ വീട്ടിൽ പെണ്ണ് വാഴില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആ സംഭവം ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് പക്ഷെ അതും ആ ഒരു കാലഘട്ടത്തിൽ എടുക്കുകയും ഈ ഒരു കാലഘട്ടം ഈ 2 സിനിമയും ഈ 2025 2026 എങ്ങനെയാണോ ആൾക്കാർക്ക് എൻഗേജ് ആവുന്നത് ആ രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ മൂന്നാമതൊരു പടം ആ രീതിയിലാക്കാൻ നോക്കി. ഈ നമ്മൾ സിനിമയൊക്കെ ഇല്ലേ, നമ്മളുടെ കൂട്ടത്തെ ഒരു ക്യാമ്പസ് ചിത്രം എടുത്തു വെച്ചിട്ട് ആക്കാൻ നോക്കിയിട്ട് അത്യാവശ്യം ആൾക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ അത്ര വിജയം നേടിയില്ലെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് OTT വന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തിയേറ്ററിലും ആ പടം പോയി കണ്ടില്ല, OTT-ലാണ് കണ്ടത്. ആ പടം ഡെർബി എന്നുള്ള പടം, ആ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു അതിനകത്ത് കൂടുതൽ ഒരു ഫോക്കസ് ചെയ്ത് ഇപ്പൊ ക്യാമ്പസിൽ ഓരോരോ വെറൈറ്റി വണ്ടികൾ കൊണ്ടുവരും. ക്യാമ്പസിലെ പരിപാടിയൊക്കെ ഓരോ വെറൈറ്റി വണ്ടികൾ കൊണ്ടുവരും, ഓരോരോ സംഭവങ്ങൾ കൊണ്ടുവരുന്നതാണ് യഥാർത്ഥത്തിൽ ക്യാമ്പസിൽ ഇപ്പൊ നടക്കുന്നത്. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പൊ ആ ട്രെൻഡിങ് അനുസരിച്ച് ഒരു ക്യാമ്പസ് ഹെലികോപ്റ്റർ കൊണ്ടുവന്നാൽ എങ്ങനെയാണെങ്കിലും എനിക്ക് തോന്നുന്നു അത് മാത്രം ഒരു ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും അത്ര എനിക്ക് ഒരു എൻഗേജ് ആയിട്ട് ഇരുത്തുന്നില്ല. അതേ 3 വട്ടമാക്കി കണ്ടു തീർത്തത്. കാരണം പടം അങ്ങനെ എത്ര മോശം എന്ന് പറഞ്ഞാൽ ഞാൻ കാണാതിരിക്കത്തില്ല, എങ്ങനെയെങ്കിലും 2-3 വട്ടമായിട്ട് കണ്ടു തീർക്കും. പക്ഷെ എനിക്ക് ഭരതനാട്യം അത് ഇത് ഒറ്റ ഇതിലിരുന്ന് കണ്ടു. കാര്യം ഭരതനാട്യം ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന പറഞ്ഞാൽ ആ പടം കാണാത്തവരുണ്ടെങ്കിൽ വൻ നഷ്ടമാണേ പറയത്തുള്ളൂ. കാരണം ഇതേപോലൊരു പടം ചിരിപ്പിച്ച് പണ്ടാരടങ്ങിയ കൗണ്ടർ ടു കൗണ്ടർ ഭയങ്കര രസമായിട്ട് എടുത്ത് ഈ കാലഘട്ടത്തിൽ ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം. കാര്യം ദൃശ്യം എന്ന് പറഞ്ഞ സ്ഥലം, ദൃശ്യം എന്ന സിനിമ ഒരു കൊലപാതകം ചെയ്ത് അത് മറയ്ക്കാനും ആ ഒരു കുടുംബം രക്ഷിക്കാനും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇത് നേരെ ഒരു കൊലപാതകം ചെയ്തിട്ട് കാണിച്ചു വെച്ചേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നും പറയാനില്ല. ആ രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. മധുവിധു പറഞ്ഞില്ലേ, കല്യാണരാമന്റെ വേറൊരു ഭയങ്കര ആ കാലത്തെടുത്ത് ഇപ്പൊ ഈ കാലത്ത് വെറൈറ്റി രീതിയിലാണ് ഈ 2 പടം കാലഘട്ടം അനുസരിച്ച് എടുത്തൊരു നല്ലൊരു സാധനമാണ്. അപ്പോ കാണാത്തതുണ്ടെങ്കിൽ എന്തായാലും OTT പോയി കാണുക. ഓക്കെ, ശരി എന്നാ, ബൈ.